ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയത് ഞാൻ 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീടിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് എപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ കുറേ ദിവസമായപ്പോൾ ഞാനിപ്പോൾ 2-3 വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇളം ചൂടുള്ള പാലെടുക്കുക. അഥവാ ഇളം ചൂടുള്ള പാലല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി. പക്ഷെ പാല് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാനിതാ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പരത്തിയെടുത്തിട്ട് നമ്മൾ കുബൂസെല്ലാം റെഡിയാക്കുന്നില്ലേ, അതുപോലെയാണ് ചുട്ടെടുക്കുന്നത്. എണ്ണയിൽ പൊരിച്ചൊന്നും കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിതാ ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണിയെടുക്കുന്നത് കൊണ്ട് എൻ്റെ സ്റ്റാൻഡിനൊന്നും ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് പരത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിതാ കട്ടിംഗ് ബോർഡിൽ വെച്ചാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുകയാണ്. അധികം തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇത്ര തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കി കൂടി നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് ചുട്ടെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഇത് പൊങ്ങി വരും. അന്നേരം നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. തീരെ എണ്ണയൊന്നും വേണ്ട, നല്ലൊരു സ്നാക്കാണിത്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അന്നേരം നല്ല ബോൾ പോലെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ബോൾ പോലെ പൊങ്ങി വരും. അന്നേരം നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, പൊങ്ങി വന്നത് കണ്ട? ഇതുപോലെയാണ് ഉണ്ടാവുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ? ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റും ഉണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒറോട്ടിയെല്ലാം പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കുക. എന്നാൽ വേഗം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാ ചിക്കൻ വെച്ചിട്ട് ഞാൻ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ചെറുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ വലുതായതുകൊണ്ട് ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചിക്കനിൽ ഉപ്പിട്ടതുകൊണ്ട് ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് മയോണീസാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ മയോണീസാണ്. അപ്പോൾ ഞാൻ മയോണൈസ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചില ആൾക്ക് നല്ല ക്രീമി ആയിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ചില ആൾക്ക് അധികം ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടത്ര നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഞാനിതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഇതിലാണ് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. കണ്ടില്ലേ? ഇതുപോലെ പോക്കറ്റാക്കി എടുക്കുക. പൊങ്ങി വന്നതുകൊണ്ട് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഈ കട്ട് ചെയ്ത് ഇതിലാണ് ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ എണ്ണയൊന്നും തീരെ ആവശ്യമില്ല. എണ്ണയിലൊന്നും പൊരിച്ചത് കഴിക്കാത്തവർക്ക് നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. പോക്കറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് ഫുള്ളായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.